അടിച്ചിട്ട് ഒറിജിനലിനെക്കാളും മിറ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തേത് ഓറിയോ. ഇന്ന് പലരുടെയും ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആയിട്ടുള്ള ഓറിയോ 1908 പുറത്തിറങ്ങിയ ഹൈഡ്രോക്സ് എന്ന ബ്രാൻഡിന്റെ കോപ്പിയായിരുന്നു. എന്നാൽ മികച്ച മാർക്കറ്റിംഗിലൂടെ ഓറിയോ മുന്നിലെത്തി. രണ്ടാമത്തത് ഇൻസ്റ്റഗ്രാം റീൽസ്. ഷോർട്ട് വീഡിയോസിൽ തരംഗം ഉണ്ടാക്കിയിട്ടുള്ള ടിക്ടോക്കിനെ കണ്ടിട്ടാണ് ഇൻസ്റ്റഗ്രാം റീൽസുമായിട്ട് വരുന്നത്. എന്നാൽ ഇത് ഒറിജിനലിനെക്കാളും വെല്ലുവിളിക്കുന്ന ഒരു വലിയ തരംഗമായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് മാറി. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ആകട്ടെ സ്നാപ്ചാറ്റിൽ നിന്നും പ്രചോദനം കൊണ്ടിട്ടാണ് വരുന്നത്. മൂന്നാമത്തത് സൂം ആണ്. വീഡിയോ കോളിംഗ് ഭീമനായ സ്കൈപ്പിന്റെ ആധിപത്യം തകർത്തുകൊണ്ടാണ് സൂം എത്തുന്നത്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ സൂം മുന്നിലെത്തുകയും ചെയ്തു. നാലാമത്തത് യിപ്പി. വർഷങ്ങളോളം ഇൻസ്റ്റന്റ് നൂഡിൽസ് വിപണി അടക്കിയമാണ് മാഗിയെ യിപ്പി എന്ന ബ്രാൻഡ് ശക്തമായി വെല്ലുവിളിച്ചു. ഇന്ന് മാഗിയുടെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ ആണ് യിപ്പി. ആൻഡ് അഞ്ചാമത്തത് സാവ്ലോൺ. ആന്റിസെപ്റ്റിക് വിപണിയിലെ രാജാവായിരുന്ന ഡെറ്റോളിന്റെ നീറ്റിൽ ഒരു പ്രശ്നമായിരുന്നു അല്ലെ. എന്നാൽ മുറിവുണക്കും നീറ്റിൽ ഇല്ലാതെ എന്ന വാഗ്ദാനമായിട്ട് വന്ന സാവ്ലോൺ ആ ഒരു വിപണിയെ ഈസി ആയിട്ട് തന്നെ കൈക്കലാക്കി. അപ്പൊ ഇതേപോലെ ഒറിജിനലിനെ വെല്ലുന്ന കോപ്പി അടിച്ച ബ്രാൻഡുകൾ നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ.